ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വീക്ക് ഹീറോ ക്ലാസ് 2 എന്ന സീരീസിൻ്റെ 6ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് സിയൂണിപ്പോൾ എബ്രോഡ് പോവുക എന്നുള്ള തീരുമാനം മാറ്റിയതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം അവൻ ക്ലാസ്സിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവനാണെങ്കിൽ പോകുന്നില്ല എന്നിറങ്ങിയിട്ട് ഭയങ്കര സന്തോഷിച്ച് അവനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ പോകുന്നില്ല എന്നുള്ള കാര്യം ഇറങ്ങിയിട്ട് ഗോത്താക്ക് ഉടനെ തന്നെ സ്പീഡിന് അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട്. എന്നിട്ട് നീ പോകുന്നില്ലേ, സത്യമാണോ നീ ചോദിക്കുമ്പോൾ സിയൂൺ അതേന്ന് പറയുന്നുണ്ട്. ആ സമയം സന്തോഷിച്ചുകൊണ്ട് ഗോത്താക്കിൻ്റെയും യെസ് അവനോട് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ബാക്കു അവിടെ ഉണ്ടായിരുന്നില്ല. ബാക്കു ബേക്സിൻ്റെ കൂടെ കൂടിയതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ സ്കൂളിലേക്ക് വരുന്നുണ്ടായിരുന്നില്ല. ആ കാര്യം സിയൂൺ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് സിയൂണാണെങ്കിൽ ബാക്കു യൂണിയനിൽ ജോയിൻ ചെയ്തല്ലേ എന്നിങ്ങനെ ഗോത്താക്കിനോട് ചോദിക്കുമ്പോൾ ഗോത്താക്ക് അതെ, അവനെ നമുക്ക് എങ്ങനെയും തിരിച്ചു കൊണ്ടുവരണമെന്ന് പറയുന്നുണ്ട്. ആ സമയം സിയൂണ് നമ്മളെക്കുറിച്ച് ഓർത്ത് പാവം തോന്നിയിട്ടാണല്ലേ, നമുക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് കരുതിയിട്ടാണല്ലേ അവൻ അങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയുന്നുണ്ട്. ഗോത്താക്കപ്പോൾ അതേന്നുള്ള രീതിയിൽ നിൽക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് ബാക്കുവിനെ കാണിക്കുമ്പോൾ ഇപ്പോൾ ബേക്സിനാണെങ്കിൽ അവൻ വേറെന്തോ വർക്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു, വേറൊരു ഗ്രൂപ്പ് പയ്യന്മാരെ പോയി കാണാനായിട്ട്. അവന്മാരെ പോയി മീറ്റ് ചെയ്യുമ്പോൾ ബാക്കു വേറൊരു സാധാരണ പയ്യനാണ്. ബാക്കുവിനൊന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന് കരുതിയിട്ട് അതിലുള്ളൊരു പയ്യൻ ബാക്കുവിനെ അടിക്കാനായിട്ട് വരുന്നുണ്ട്. എന്നാൽ ഓൾറെഡി ഈ ഒരു ജോലി ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ ബാക്കു അതിൻ്റേതായ ദേഷ്യത്തിൽ നിൽക്കുന്നതുകൊണ്ട് ആ ഒരു പയ്യനെ അവൻ നല്ലതുപോലെ തിരിച്ചടിക്കുന്നുണ്ട്. ലാസ്റ്റ് ആ പയ്യന്മാരെ കൂടെയുള്ള പയ്യന്മാർ ബാക്കുവിനെ എങ്ങനെയൊക്കെ തടങ്ങിയിട്ട് അവനൊന്നും ചെയ്യല്ലേ എന്ന് കാല് പിടിക്കുന്നുണ്ട്. അതിനുശേഷം ബാക്കു ബേക്ജിൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ്റെ ഓഫീസിൽ വന്നിട്ട്. ആ സമയം ബേക്ജിനാണെങ്കിൽ ബാക്കു ചെയ്ത ഒരു വർക്കിനുള്ള പൈസയൊക്കെ കൊടുക്കുന്നുണ്ട്. ബാക്കു അതൊക്കെ നോക്കിയിട്ട് നിനക്ക് എങ്ങനെയാണ് ഇങ്ങനെ മാറാൻ കഴിഞ്ഞത്, നിനക്ക് എന്താ പറ്റി, നീ എന്തിനാ ഇങ്ങനെ മോശക്കാരനായി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ബേക്ജിനപ്പോൾ അതിനൊരു മറുപടി കൊടുക്കുന്നില്ല. അതിന് പകരമായിട്ട് ഈ ഒരു പൈസ നിൻ്റെ അച്ഛന് കൊണ്ട് കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം ബാക്കു പൈസ ആയിരുന്നത് ഞാൻ ഇനി നിനക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ ബേക്ജിനാണെങ്കിൽ ഞാൻ പറയുന്നത് നീ എന്തായാലും അനുസരിക്കുമല്ലോ എന്ന് പറയുന്നുണ്ട്. എന്നാൽ ബാക്കുവിന് നല്ല ദേഷ്യം വരുന്നുണ്ട് തന്നെ അവൻ വേറൊന്നും പറയുന്നില്ല. ആ പൈസ എടുത്തുകൊണ്ട് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി പോകുന്ന സമയത്ത് അവനാണെങ്കിൽ ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുകയാണ്. കുഞ്ഞിലെ ബേക്ജിനെ ഒത്തിരി കുട്ടികൾ ബുള്ളി ചെയ്തിരുന്നപ്പോൾ അവനെ ഹെൽപ്പ് ചെയ്തതും അവനെ സഹായിച്ചതും അവൻ്റെ ഫ്രണ്ടായതൊക്കെ ബാക്കുവായിരുന്നു. പിന്നീട് ബാക്കുവാണ് ബേക്ജിനെ ഫൈറ്റ് ചെയ്യാനായിട്ട് പഠിപ്പിച്ചത്. എന്നാൽ ബേക്ജിൻ അത് മിസ്യൂസ് ചെയ്തിട്ട് ഇങ്ങനെ പല കുട്ടികൾ ഉപദ്രവിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെയാണ് പിന്നെ അവരുടെ ഫ്രണ്ട്ഷിപ്പൊക്കെ നിന്നത്. രണ്ടുപേരും രണ്ട് ദിശയിലേക്ക് മാറിപ്പോയത്. അങ്ങനെ ആ ഒരു ഫ്ലാഷ് ബാക്ക് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം സിയൂണും പിന്നെ ഗോത്താക്കും ടേയും കൂടെ ആയിട്ട് ബാക്കുവിനെ കണ്ട് സംസാരിക്കാം, അവനെ എങ്ങനെയും മനസ്സമാരി തിരിച്ചു കൊണ്ടുവരാമെന്ന് കരുതിയിട്ട് ബാക്കുവിൻ്റെ വീട്ടിലേക്ക് പോകുന്നതാണ്. ആദ്യമായിട്ടാണ് നമ്മുടെ സിയൂണൊക്കെ ബാക്കുവിൻ്റെ വീട്ടിൽ പോകുന്നത്. ഒത്തിരി ദൂരം നടക്കണം, ഭയങ്കര ഒരു കയറ്റം പോലത്തെ സ്ഥലത്തേക്ക്. കുറച്ച് നടക്കുമ്പോൾ തന്നെ ഇവരെ 3 പേരെയും കാര്യത്തിൽ തീരുമാനമാവുന്നുണ്ട്. എന്നാൽ എങ്ങനെയെങ്കിലും കയറി പറ്റണമല്ലോ. അവരങ്ങനെ നടന്നു പോകുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോൾ വീട്ടിലാരും ഉണ്ടായിരുന്നില്ല. ആ സമയമാണ് ബാക്കുവിൻ്റെ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നത്. ബാക്കുവിൻ്റെ ഫ്രണ്ട്സാണെന്ന് മനസ്സിലാകുമ്പോൾ അവരെ വീട്ടിനകത്തേക്ക് വിളിച്ചിരുത്തിയിട്ട് അച്ഛൻ സംസാരിക്കുന്നുണ്ട്. ആ സമയം ഇതുമല്ല, ബാക്കുവാണെങ്കിൽ കറങ്ങി അടക്കാണ്. അവന് ഉത്തരവാദിത്വം എന്ന് പറയാൻ കാര്യമേ ഇല്ല. നിങ്ങളെങ്ങാനും അവനെ കാണുവാണെങ്കിൽ തിരിച്ചിനി വീട്ടിലോട്ട് വരണ്ടെന്ന് പറഞ്ഞേക്ക്. അവനെ വളർത്തിയിട്ട് ഞാൻ എന്ത് ചെയ്യാനാ, അവനെനിക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അതേട്ട് ദേഷ്യം വന്നിട്ട് സിയൂണാണെങ്കിൽ ബാക്കു എല്ലാവരും പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അവൻ ഒരിക്കൽ പോലും മറ്റൊരാൾക്ക് പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. അവൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ബാക്കിയുള്ളവർക്ക് വേണ്ടി മാത്രമാണ്. നിങ്ങൾക്ക് അവനൊരു പ്രശ്നമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് വെറുമൊരു തോന്നലായിരിക്കും. അവനല്ലായിരിക്കും ഇവിടുത്തെ പ്രശ്നം, നിങ്ങളായിരിക്കും എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ബാക്കുവിൻ്റെ അച്ഛന് നല്ല ദേഷ്യം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇറങ്ങിപ്പോടാ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ട് 3നെയും പുറത്തേക്ക് ആക്കുന്നുണ്ട്. അങ്ങനെ 3 പേരും തിരിച്ച് നടന്നു പോകുന്ന സമയത്ത് സിയൂൺ ഗോത്താക്കിനോട് ബാക്കുവും പിന്നെ ബേക്ജിനും കുഞ്ഞിലെ ഫ്രണ്ട്സ് ആയിരുന്നില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം അതേന്നിങ്ങനെ അവൻ പറയുന്നുണ്ട്. ആ സമയം സിയൂൺ പിന്നെ എന്തൊക്കെയാണ് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് അവർ ശത്രുക്കളായി തീർന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ഗോത്താക്ക് അത് പിന്നെ കുഞ്ഞിലെ ബേക്ജിനെ ബാക്കു ആണെങ്കിൽ ഒത്തിരി തവണ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവനാണെങ്കിൽ ബേക്ജിനെ ഫൈറ്റ് ചെയ്യാനൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ പിന്നീട് എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല, അവരുടെ ഫ്രണ്ട്ഷിപ്പ് അങ്ങ് കട്ടായി. പിന്നെ അന്ന് മുതൽ ഇങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. ആ സമയം സിയൂണും അതെല്ലാം ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ഇവർക്ക് എങ്ങനെയെങ്കിലും അവനെ തിരിച്ചുകൊണ്ട് വരണമെങ്കിൽ യൂണിയനിൽ കയറി പറ്റണം, അല്ലെങ്കിൽ യൂണിയൻ കാര്യമായിട്ട് ഇടപെടണമെന്ന് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗോത്താക്കും സിയൂണും ടേയും കൂടെ ആയിട്ട് ഹ്യോമാനെ കാണാനായിട്ട് പോവാണ്. ഹ്യോമാൻ സ്കൂളിൽ അവൻ എപ്പോഴുള്ള റൂമിലുണ്ടായിരുന്നു. ഹ്യോമാനാണെങ്കിൽ ഇവർ ചെല്ലുമ്പോഴത്തേക്കും അവിടെ കമന്ന് കിടന്ന് ഉറങ്ങുമായിരുന്നു. സിയൂണി ഹ്യോമാൻ്റെ അടുത്ത് ബാക്കു ആണെങ്കിൽ യൂണിയനിൽ ജോയിൻ ചെയ്ത കാര്യം നീ ഇറങ്ങിയിട്ടുണ്ടായിരിക്കുമല്ലോ, അവനിപ്പോൾ എവിടെ ഉണ്ടായിരിക്കും പറയാനായിട്ട് പറയുന്നുണ്ട്. ഹ്യോമാനപ്പോൾ അവൻ എവിടെയാണെന്ന് അറിയാമെങ്കിൽ തന്നെ ഞാനെന്തിനാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത് എന്നിങ്ങനെ ചോദിക്കുന്നതും ഗോത്താക്കാണെങ്കിൽ വെറുതെ എൻ്റെ ക്ഷമ പരീക്ഷിക്കരുത്, ഞാൻ അങ്ങോട്ടൊരെണ്ണം ഇട്ട് തരുന്നതിന് മര്യാദയ്ക്ക് പറയാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം ഹ്യോമാനാണെങ്കിൽ ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യുവാടാ എന്നെ, നീയാണെങ്കിൽ ബാക്കുവിൻ്റെ വാലല്ലേ എന്ന് പറയുന്നുണ്ട്. ആ സമയം ഗോത്താക്ക് അടിക്കാനായിട്ട് തന്നെ പോകുന്നുണ്ട്. എന്നാൽ ഹ്യോമാൻ പേടിച്ചിട്ട് അവനാണെങ്കിൽ ഒന്നിൽ ആ ഒരു ക്ലബ്ബിൽ കാണും
ഇല്ലെങ്കിൽ ദേസാങ് മോട്ടോഴ്സിൽ കാണുമെന്ന് പറയുന്നുണ്ട്. ആ സമയം സിയൂണൊക്കെ ഫസ്റ്റ് ടൈം ആ സ്ഥലം കേൾക്കുന്നതുകൊണ്ട് തന്നെ അതെന്താ സംഭവം എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഹ്യോമൻ എല്ലാം വിശദമായിട്ട് പറഞ്ഞു കൊടുക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. ഈ ഒരു ക്ലബ്ബ് എന്ന് പറയുകയാണെങ്കിൽ അത് നോക്കി നടത്തുന്നത് ബേഗ്ജിനാണ്. ബേഗ്ജിൻ്റെ ലീഡറായിട്ടുള്ളത് ഗാങ്സ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് പൈസ ഉണ്ടാക്കുന്ന ഒരാളാണ്. ഇവന്മാരാണെങ്കിൽ ഈ ഒരു ക്ലബ്ബ് നടത്തിയിട്ട് ഇതിൻ്റെ പുറകിൽ ഇല്ലീഗലായിട്ട് നല്ല പൈസ ഉണ്ടാക്കുന്നുണ്ട്. യൂണിയനിലെ ചെക്കന്മാർ ഉപയോഗിച്ചാണ് ബേഗ്ജിൻ ഈ ഒരു പൈസ എല്ലാം തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത്. ദേസാങ് മോട്ടോഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ അവരവിടെയും ഇല്ലീഗലായിട്ടാണ് പൈസ ഉണ്ടാക്കുന്നത്. അതായത് ഏതെങ്കിലും ഒരു വണ്ടി അവർ മോഷ്ടിക്കും. അതിപ്പോൾ ഏത് ടൈപ്പ് വണ്ടി ആയാലും സ്കൂട്ടറോ ബൈക്കോ അവർ മോഷ്ടിച്ചിട്ട് അതിൻ്റെ പെയിൻ്റ് എല്ലാം അടിച്ച് മൊത്തത്തിൽ ഡിഫറെൻറ്റ് കളറാക്കി ഡിഫറെൻറ്റ് സ്റ്റൈലാക്കിയിട്ട് വിൽക്കാനായിട്ടിടും ഓൺലൈനിൽ. അത് ആരെങ്കിലും വാങ്ങുമ്പോൾ അതിൻ്റെ പൈസ അവർക്ക് കിട്ടും. എല്ലാത്തിൻ്റെ റെക്കോർഡ് അവർ കറക്റ്റ് എഴുതി വയ്ക്കാറുണ്ട്. അതിൻ്റെ റെക്കോർഡ്സ് എല്ലാം കൃത്യമായിട്ട് അവരുടെ കയ്യിലും ഉണ്ട്. അങ്ങനെ അവർ രണ്ട് രീതിയിലും പൈസ ഉണ്ടാക്കാറുണ്ടെന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം തന്നെ ശ്രദ്ധിച്ച് നമ്മുടെ ഗോത്താക്കും സിയൂണും എല്ലാം തന്നെ കേൾക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവരിങ്ങനെ പോകാനായിട്ട് തുടങ്ങുന്നതും ഹ്യോമാനാണെങ്കിൽ നിങ്ങൾ ബേഗ്ജിനുമായിട്ട് ഫൈറ്റ് ചെയ്യാനായിട്ട് പോവാണോ? എങ്കിൽ പിന്നെ ഞാനും ഉണ്ട്, എനിക്കും അവൻ്റെ അടുത്ത് കുറച്ച് കണക്ക് തീർക്കാനായിട്ടുണ്ടായിരുന്നു. ഞാൻ ചെക്കന്മാരെ വിളിക്കട്ടെ, നമുക്ക് എല്ലാത്തിനും കൂടെ അവനെ കൊല്ലാമെന്ന് പറയുന്നുണ്ട്. സിയൂണപ്പോൾ ഞങ്ങൾക്ക് നിൻ്റെ ഹെൽപ്പിൻ്റെ ആവശ്യമില്ലാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഗോത്താക്കും പോകുന്നുണ്ട്. എന്നാൽ ടേ പോകുന്നതിന് മുമ്പേ അവനൊന്ന് ഹ്യോമാനെ നോക്കുന്നുണ്ട്. ആ സമയം ഹ്യോമാൻ എന്താടാന്ന് ചോദിക്കുമ്പോൾ ടേ തിരിച്ച് നിനക്കെന്താടാന്ന് ചോദിച്ചിട്ട് പോകുന്നുണ്ട്. ആ സമയം ഹ്യോമാൻ ഇവനും ധൈര്യം വന്നോ എന്നുള്ള രീതിയിൽ അങ്ങ് നിൽക്കുന്നുണ്ട്. പിന്നീട് അവർ സ്കൂളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്തും ഗോത്താക്ക് നമുക്ക് അവന്മാരെ അങ്ങ് അടിച്ചിട്ടാലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരാണ്. എന്നാൽ സിയൂണാണെങ്കിൽ അടിയുണ്ടാക്കിയിട്ട് എന്ത് ചെയ്യാനാ, ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയാലോ, ഇപ്പോൾ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട, എൻ്റെ ഒരു പ്ലാൻ ഉണ്ട്, അതുവരെ പ്ലീസ് നിങ്ങളൊന്നും ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. അതും പറഞ്ഞിട്ട് സിയൂൺ പോകാനായിട്ട് തുടങ്ങുമ്പോൾ ഗോത്താക്ക് എന്താണ് പ്ലാൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ സിയൂൺ അപ്പോൾ പറഞ്ഞു കൊടുക്കുന്നില്ല. ഗോത്താക്ക് ആ സമയം ആ ഒരു പ്ലാൻ നടപ്പിലാക്കുന്നവരെ വെറുതെ ഇരിക്കണോ, ബാക്കുവിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് പോലും അറിയത്തില്ല എന്ന് പറയുന്നുണ്ട്. അതേസമയം ബാക്കുവിനെ കാണിക്കുമ്പോൾ അവനിപ്പോൾ അവൻ്റെ വീട്ടിലേക്ക് വന്നേക്കാണ്. വരുമ്പോൾ അവൻ്റെ അച്ഛൻ അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവിടുത്തെ ടേബിളിൽ ബേഗ്ജിൻ അവന് കൊടുത്ത ഒരു പൈസ അവൻ വയ്ക്കുന്നുണ്ട്. കൂടെ അതിൻ്റെ പുറത്തുള്ള കവറിൽ ഇത് ഉപയോഗിക്കാനായിട്ട് എഴുതി വെക്കുന്നുണ്ട്. ആ സമയമാണ് ബേഗ്ജിൻ അവന് മെസ്സേജ് അയക്കുന്നത്. നോക്കുമ്പോൾ ബേഗ്ജിനാണെങ്കിൽ ഒരു ബൈക്കിൻ്റെ ഫോട്ടോയും ആ ബൈക്ക് ഉള്ള ഒരു അഡ്രസ്സും അവന് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ബാക്കുവിന് കാര്യം മനസ്സിലാകാത്തതുകൊണ്ട് തന്നെ ബേഗ്ജിനെ വിളിച്ച് ചോദിക്കുമ്പോൾ ബേഗ്ജിനാണെങ്കിൽ നീ ഈ ബൈക്ക് ഇന്ന് മോഷ്ടിക്കണമെന്ന് പറയുന്നുണ്ട്. ബാക്കുവിന് ചെയ്യാൻ താല്പര്യമില്ല, എന്നാലും ചെയ്യേണ്ട സിറ്റുവേഷനാണ്. ബാക്കു അതുകൊണ്ട് ബേഗ്ജിൻ പറയുന്ന എന്തിച്ച് റിപ്ലൈ ഒന്നും കൊടുക്കുന്നില്ല, ജസ്റ്റ് കേൾക്കുന്നേ ഉള്ളൂ. അടുത്ത പിന്നീട് സിയൂണിനെ കാണിക്കുമ്പോൾ സിയൂൺ ഇപ്പോൾ ബസ്സിൽ എങ്ങോട്ടോ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ടൈമിന് നമ്മുടെ ബേഗ്ജിൻ പഠിക്കുന്ന ആ ഒരു സ്കൂളിൽ ഒഫീഷ്യൽ പേജിൽ ബേഗ്ജിൻ ഇപ്പോൾ നല്ല മാർക്കൊക്കെ വാങ്ങിച്ചിട്ട് സ്കൂൾ ഫസ്റ്റായിട്ട് നിൽക്കുന്നതിൻ്റെ ഒരു അവാർഡ് കൊടുത്തതുകൊണ്ട് തന്നെ ബേഗിൻ്റെ ഫോട്ടോസ് എല്ലാം ഇങ്ങനെ പോസ്റ്റ് ചെയ്തിട്ട് അവനാണെങ്കിൽ കൺഗ്രാജുലേഷൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പോസ്റ്റെല്ലാം സിയൂണെടുത്ത് നോക്കുന്ന സമയത്ത് ഗോത്താക്ക് അവൻ്റെ അടുത്ത് ബാക്കുവും പിന്നെ ബേഗ്ജിനും നല്ല ഫ്രണ്ട്സ് ആയിരുന്നു എന്നിങ്ങനെ പറഞ്ഞ കാര്യം അവൻ ആലോചിക്കുന്നുണ്ട്. ബസ്സിൽ നിന്ന് നേരെ ഇറങ്ങി സിയൂൺ പോയത് കറക്റ്റ് ബേഗ്ജിനെ കാണാനായിട്ടായിരുന്നു. ബേഗ്ജിനാണെങ്കിൽ ആ ക്ലബ്ബിലുണ്ടാവും എന്ന് കരുതിയിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. എന്നാൽ ബേഗ്ജിൻ അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവിടെ ഉണ്ടായിരുന്നൊരു പയ്യൻ്റെ അടുത്ത് തനിക്ക് ബേഗ്ജിനെ കാണണമെന്ന് പറയുമ്പോഴത്തേക്കും ബേഗ്ജിൻ്റെ സോങ് ചേട്ടൻ തൊട്ട് താഴെ നിൽക്കുന്ന ലീഡേഴ്സായിട്ടുള്ള രണ്ട് പയ്യന്മാർ അവന്മാരുടെ അടുത്ത് തനിക്ക് ബേഗ്ജിനെ കാണണമെന്ന് സിയൂൺ പറഞ്ഞ ആ ഒരു പയ്യൻ ചെന്നിട്ട് അവന് ബേഗ്ജിനെ കാണണമെന്ന് പറയുന്നു. ഇവനാണ് സോങ് ചേന അന്ന് അടിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോഴത്തേക്കും അവർ രണ്ടുപേരും ഇവൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. വന്നിട്ട് നിനക്ക് എന്താ അവനോട് പറയാനുള്ളതെന്ന് നോക്കിയപ്പോൾ സിയൂൺ ആണെങ്കിൽ അത് ഞാൻ ബേഗ്ജിനോട് പറഞ്ഞു കാണാം, എനിക്ക് നിന്നോടൊന്നും പറയാനില്ലെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ അതിലൊരുത്തരും നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്നാൽ മറ്റവനാണെങ്കിൽ കൺട്രോൾ ചെയ്ത് നിൽക്കാനായിട്ട് പറയുന്നുണ്ട്. എന്നിട്ട് സിയൂണിനോട് പറയുന്നുണ്ട് നീ ഇവിടെ വെയിറ്റ് ചെയ്യും, ബേഗ്ജിൻ ഉടനെ തന്നെ വരുമെന്ന്. അടുത്ത് ഗോത്താക്കിനെയും ജെയിനെയും കാണിക്കുമ്പോൾ ഇവരിപ്പോൾ ആ ഒരു ദേസാങ് മോട്ടോഴ്സ് എവിടെയാണോ ഉള്ളത് അതിങ്ങനെ അന്വേഷിച്ച് വരുന്നുണ്ട്. ഫോണിൽ അന്വേഷിക്കുമ്പോൾ അങ്ങനെ ഒരു സ്ഥലമൊന്നും കിട്ടുന്നില്ല. എന്നാലും ഉള്ള ഇൻഫർമേഷൻ വെച്ച് വരുമ്പോഴത്തേക്കും ഒരു ഗോഡൗൺ പോലത്തെ സ്ഥലത്ത് എത്തുന്നുണ്ട്. അത് തന്നെയാണോ ദേസാങ് മോട്ടോഴ്സ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ബോർഡോ ഒന്നുമില്ല, ആൾക്കാരും ഇല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് എന്താണെന്ന് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ആ സമയം ടേ പറയുന്നുണ്ട് സിയൂണിനൊരു പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞല്ലേ, അപ്പോൾ നമ്മൾ അതുവരെ മിണ്ടാതിരിക്കണ്ടേന്ന്. ആ സമയം ഗോത്താക്ക് പക്ഷേ അതുവരെ മിണ്ടായിരുന്നാൽ ശരിയാവത്തില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ സൈഡിലുള്ള ഒരു ജനലിൻ്റെ അടുത്തേക്ക് പോവാണ്. ആ ജനലിൽ നിന്ന് എത്തി നോക്കിയാൽ കാണാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഗോത്താക്ക് ടേയിനെ എടുത്ത് പൊക്കുന്നുണ്ട്. ടേ നോക്കുന്ന സമയത്ത് അകത്തുള്ള റൂമിൽ ദേസാങ് കോർപ്പറേഷൻസ് എന്നിങ്ങനെ ഒരു ബോർഡ് വെച്ചിരിക്കുന്നത് കാണുന്നുണ്ട്. അങ്ങനെ ആ ഒരു കാര്യം ഗോത്താക്കിനോട് പറയുന്നുണ്ട്. അത് തന്നെയാണ് ദേസാങ് മോട്ടോഴ്സ് എന്ന് അവർക്ക് ഉറപ്പാവുന്നുണ്ട്. പിന്നീട് അടുത്ത് ബാക്കുവിനെ കാണിക്കുമ്പോൾ ഇപ്പോൾ നൈറ്റ് ടൈം ആവുന്നുണ്ട്. അവനാണെങ്കിൽ ആ ഒരു ബൈക്ക് മോഷ്ടിക്കാനുള്ള ഒരു സ്ഥലത്ത് അവിടെ വന്നിരിക്കുകയാണ്. ആ സമയം ബേഗ്ജിൻ അവന് വീണ്ടും മെസ്സേജ് ഇട്ടൊക്കെ പറയുന്നുണ്ട് അവിടെ CCTV ഇല്ല, എടുത്തുകൊണ്ട് വരാനൊക്കെ എളുപ്പമാണെന്ന്. അങ്ങനെ അതൊക്കെ നോക്കിയിരിക്കുമ്പോഴാണ് ആ ഒരു ബൈക്കിൻ്റെ ഓണർ ആ ബൈക്കും കൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നതും അത് പാർക്ക് ചെയ്ത് വെച്ചിട്ട് പോകുന്നതും. അയാൾ പോയോണ്ടേ തന്നെ ബാക്കു ആണെങ്കിൽ ആ ഒരു ബൈക്ക് എടുത്തുകൊണ്ട് വരാൻ നിൽക്കുന്നുണ്ട്. ആ സമയം കറക്റ്റ് ഗോത്താക്ക് അവനെ കോൾ ചെയ്യാണ്. എന്നാൽ ബാക്കു ആണെങ്കിൽ കോൾ കട്ട് ചെയ്യുന്നുണ്ട്. ഇതേസമയം ഗോത്താക്കിനെ കാണുവാണെങ്കിൽ ടേയും ഗോത്താക്കും ഇപ്പോഴും നൈറ്റ് ടൈം ആയിട്ടും ആ ഒരു ദേസാങ് മോട്ടോഴ്സിൻ്റെ ഗോഡൗണിൻ്റെ തൊട്ട് സൈഡിലായിട്ട് അവരിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് ബാക്കു വരുമെന്ന് കരുതി.
എന്നാൽ ഇപ്പോൾ അവനെ വിളിക്കുമ്പോൾ ബാക്ക് കോൾ എടുക്കുന്നില്ല. വീണ്ടും വിളിക്കുമ്പോഴത്തേക്കും ഫോൺ സ്വിച്ച് ഓഫ് ആയി എന്നിങ്ങനെ പറയുന്നുണ്ട്. ദേഷ്യം വന്നിട്ട് ഗോത്താക്കാണെങ്കിൽ ഉടനെ എഴുന്നേറ്റ് അവർ ഗോഡൗണിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. പുറകെ ടേയും ഫോളോ ചെയ്ത് പോയിട്ട് നീ എന്താ ചെയ്യാൻ പോകുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം ഗോത്താക്കാണെങ്കിൽ ബാക്ക് ഒരു പക്ഷേ ഗോഡൗണിൻ്റെ അകത്ത് തന്നെ ഉണ്ടാവുമെന്ന് കരുതിയിട്ട് ഡോറ് തുറക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഫ്രണ്ടായിട്ട് കുറേ മുട്ടുന്നുണ്ട്. എന്നാൽ ആരും തന്നെ റെസ്പോണ്ട് ചെയ്യുന്നില്ല. അതേസമയം സിയൂണിനെ കാണിക്കുമ്പോൾ ഇപ്പോൾ നൈറ്റ് ടൈം ആയിട്ടും അവനിപ്പോൾ ബേക്ജിൻ വരുമെന്ന് കരുതി വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ആ സമയം ബേക്ജിനാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന പയ്യന്മാരെ കോൾ ചെയ്തിട്ട് എന്തോ പറയുന്നുണ്ട്. അങ്ങനെ അവന്മാർ സിയൂണിൻ്റെ അടുത്ത് കുറച്ചേരം കൂടെ വെയിറ്റ് ചെയ്യും, ബേക്സിന് ഇപ്പോൾ വരുമെന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. വീണ്ടും ഗോത്താക്കിനെ കാണിക്കുമ്പോൾ ഗോത്താക്കും ടേയും കൂടെ ആയിട്ട് ഇപ്പോൾ എങ്ങനെയൊക്കെ ശ്രമിച്ചിട്ട് അവിടെ സൈഡിലുള്ള ജനൽ തുറക്കുന്നുണ്ട്. അങ്ങനെ ആ ജനൽ വഴി അവരകത്തേക്ക് കയറി പറ്റുന്നുണ്ട്. എന്നിട്ട് അവിടെ മൊത്തം അരിച്ച് പറക്കുന്നുണ്ട്. ആരെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കുന്ന സമയത്ത് ബാക്കു അവിടെയാണ് താമസിക്കുന്നതെന്ന് തോന്നുന്നു. കാരണം ബാക്കുവിൻ്റെ ഒരു ഷോർട്സ് അവിടെ ഇട്ടേക്കുന്നത് ഗോത്താക്ക് കാണുന്നുണ്ട്. കാണുമ്പോൾ തന്നെ അത് ബാക്കുവിൻ്റെ എന്ന് മനസ്സിലാവുന്നുണ്ട്. ബാക്കു ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാവുന്നുണ്ട്. ടേ അതേസമയം നോക്കുമ്പോൾ വേറൊരു റൂം, ആ റൂമിൻ്റെ അകത്ത് കുറേ ഫയലൊക്കെ ഇരിക്കുന്ന കാണുന്നുണ്ട്. അത് ഗോത്താക്കിനെ വിളിച്ച് കാണിച്ചിട്ട് നമ്മുടെ അടുത്ത് ഹ്യൂമൻ പറഞ്ഞില്ലേ അവർ മോഷ്ടിക്കുന്ന വണ്ടിയുടെ എല്ലാ റെക്കോർഡൊക്കെ അവരാണെങ്കിൽ സൂക്ഷിച്ച് വച്ചേക്കുമെന്ന്. ഒരുപക്ഷെ ഇതായിരിക്കുമോ, നമുക്കതൊക്കെ അങ്ങ് എടുത്താലോ, എങ്കിൽ ഒരു തെളിവാകുമല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം ഗോത്താക്ക് ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവർ ആ ഒരു ഫയലെല്ലാം എടുക്കാനായിട്ട് തീരുമാനിക്കുന്നുണ്ട്. അതേസമയം വീണ്ടും സിയൂണിനെ കാണിക്കുമ്പോൾ ഇപ്പോൾ ബേക്ജിൻ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരിരുന്ന് സംസാരിക്കുമ്പോൾ ബേക്ജിൻ പറയുന്നുണ്ട് ഇത്ര പെട്ടെന്ന് നിന്നെ വീണ്ടും കാണുന്നത് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന്. സിയൂണപ്പോൾ എനിക്കാണെങ്കിൽ ഒരു കാര്യം തീരെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇത്രയും ഫുൾ മാർക്കൊക്കെ വാങ്ങിച്ചിട്ട് ബെസ്റ്റ് സ്റ്റുഡൻ്റ് ആയിട്ടിരിക്കുന്ന നീ എന്തിനാണ് ഇങ്ങനെ യൂണിറ്റിൽ ജോയിൻ ചെയ്ത് പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്? അതിനുള്ള റീസൺ എന്താണെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ബാക്കുവിന് ഉറപ്പായിട്ടും അറിയാമായിരിക്കുമല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം ബേക്ജിൻ ചിരിച്ചിട്ട് ബാക്കു ആണെങ്കിൽ അതെല്ലാം ആരുടെയും പറയുമെന്ന് പേടിച്ചിട്ടാണ് ഞാൻ അവനെ യൂണിയനിൽ ജോയിൻ ചെയ്യിപ്പിച്ചതെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം സിയൂനാണെങ്കിൽ അങ്ങനെയൊന്നുമില്ല, നിനക്ക് ആകെ ഫ്രണ്ടായിട്ട് അവൻ മാത്രമേ ഉള്ളൂ. നീ ഫ്രണ്ടായിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരേ ഒരാൾ അവനുമാണ്. പിന്നെ നിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാമെന്നുള്ള ഒരേ ഒരാളും അവനാണ്. പക്ഷെ അവൻ നിന്നെ ഫ്രണ്ടായിട്ട് കണക്കാക്കുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അത് കേൾക്കുമ്പോഴത്തേക്കും ബേക്ജിൻ്റെ മുഖം സീരിയസ് ആവുന്നുണ്ട്. എന്നിട്ട് അവൻ്റെ ഫോൺ എടുത്തിട്ട് CCTVയിൽ ഒരു ക്യാമറ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതിപ്പം ആ ഒരു ദേശം മോട്ടേഴ്സിൽ ഗോഡൗണിൻ്റെ അകത്തുള്ള ക്യാമറയായിരുന്നു. അതുവഴി ബേക്ജിനാണെങ്കിൽ ഓൾറെഡി കണ്ടായിരുന്നു ഇതുപോലെ ഗോത്താക്കും ടേയും കയറുന്നതും അവിടുത്തെ ഫയലൊക്കെ പരിച്ചു പറക്കുന്നതും. അങ്ങനെ ആ ഒരു കാര്യം സിയൂണിനെ കാണിച്ചിട്ട് എൻ്റെ പയ്യന്മാരെല്ലാം അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്, ഉടനെ തന്നെ ഗോഡൗണിൽ എത്തുമെന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴത്തേക്കും എങ്ങനെയും ടേയിനെയും ഗോത്താക്കിനെയും രക്ഷിക്കണം എന്നുള്ള രീതിയിൽ സിയൂൺ പോകാനായിട്ട് എഴുന്നേൽക്കുന്നുണ്ട്. ആ സമയം ബേക്ജിൻ തടങ്ങിയിട്ട് നീ എങ്ങോട്ട് പോവുക? കഴിഞ്ഞ തവണ ബാക്കു ഇങ്ങോട്ടേക്ക് വന്നപ്പോഴത്തേക്കും നിങ്ങളെയൊക്കെ രക്ഷിക്കാനായിട്ട് ഇവിടെ ജോയിൻ ചെയ്ത ഒരു തീരുമാനം എടുത്തിട്ടാണ് പോയത്. നീ ഇനി അവരെയൊക്കെ എങ്ങനെ രക്ഷിക്കും എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ദേഷ്യത്തിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ സിയൂൺ പെട്ടെന്ന് അവിടെ നിന്ന് പേന എടുത്ത് ഇവനെ കുത്താനായിട്ട് പോകുന്നുണ്ട്. എന്നാൽ ബേക്ജിൻ ആ ഒരു പേന അവൻ്റെ കൈ തട്ടിക്കളഞ്ഞിട്ട് നിനക്കെന്താ പേടിയാണോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം കറക്റ്റ് അങ്ങോട്ടേക്ക് ബാക്കു വരുന്നുണ്ട്. സിയൂണിനെ ഇവിടെ വെച്ച് കാണുന്നതും ബാക്കു ഉടനെ തന്നെ സിയൂണിനെ വിളിച്ച് പുറത്തേക്ക് പോയിട്ട് നീ എന്ത് കാണിക്കാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ദേഷ്യപ്പെട്ട് ചോദിക്കത്തിട്ട്. ദേഷ്യപ്പെടാൻ കാരണം സിയൂണിന് എന്തെങ്കിലും പറ്റിപ്പോയാലോ എന്ന് പേടിച്ചിട്ടാണ്. സിയൂൺ ആ സമയം ബാക്കുവിൻ്റെ അടുത്ത് അത് പിന്നെ ഗോത്താക്കും ടേയും ദേശം മോട്ടോഴ്സിലുണ്ട്, അങ്ങോട്ടേക്ക് യൂണിയനിലെ പയ്യന്മാരും പൊക്കോണ്ടിരിക്കുകയാണെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ ബാക്കുവാണെങ്കിൽ ഒരുമാതിരി ആവുന്നുണ്ട്. കാരണം ഇവരെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവൻ ഇത്രയൊക്കെ ചെയ്തത്. എന്നാൽ അവർ വീണ്ടും അപകടത്തിലേക്ക് പോവുകയാണ് എന്നിങ്ങനെ അറിയുമ്പോഴത്തേക്കും ഇവ വല്ലാണ്ടാവുന്നുണ്ട്. ആ സമയം ബേക്ജിനും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആ ടൈമിന് ബാക്കുവാണെങ്കിൽ സിയൂണിൻ്റെ അടുത്ത് നീ പൊക്കോ, ഞാനിവിടെ ഓക്കെ നീ പോകാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ഉടനെ തന്നെ സിയൂണാണെങ്കിൽ ഗോത്താക്കും ടേയും ഉള്ള സ്ഥലത്തേക്ക് പെട്ടെന്ന് പോകുന്നുണ്ട്. അതേസമയം തന്നെ ബേക്ജിൻ ബാക്കുവിൻ്റെ അടുത്ത് നീ ആ ബൈക്ക് മോഷ്ടിച്ചോ, അത് എവിടെയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ബാക്കു ഇല്ല ഞാൻ മോഷ്ടിച്ചില്ല, ഇനി ഞാൻ നിൻ്റെ അവിടെ വർക്ക് ചെയ്യുന്നില്ല, ഞാൻ അത് ഉറപ്പിച്ച കാര്യമാണ്. കാരണം നീയും ഞാനും ഒത്തുപോകുന്നു എനിക്ക് ഒട്ടും തോന്നുന്നില്ല. നീയാണെങ്കിൽ എന്ത് വേണോ ചെയ്തോ, എന്തൊക്കെ കാര്യം ചെയ്താലും ശരി, ഇനി ഒരിക്കലും ഞാനാണെങ്കിൽ നിനക്ക് വേണ്ടി വർക്ക് ചെയ്യത്തേയില്ല. നീ എന്ത് ചെയ്താലും എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അവനോടൊന്ന് പോകാൻ നിൽക്കുന്നുണ്ട്. എന്നാൽ ബാക്കു പോകുന്നതിന് മുമ്പേ ആയിട്ട് ബേക്ജിൻ അവനോട് ഫൈറ്റ് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. ബാക്കു ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് പഞ്ച് ചെയ്യുന്നുണ്ട്, ബേക്ജിനും തിരിച്ച് പഞ്ച് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ബാക്കു ആണെങ്കിൽ ഇനി എന്താണെന്ന് വെച്ചാൽ പോയി ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരു പേടിയും ഇല്ലാതെ അങ്ങ് നടന്നു പോകുന്നുണ്ട്. ബേക്ജിൻ അവനെ തടയുന്നുമില്ല. അതിനുശേഷം പിന്നീട് ഗോത്താക്കിനെയും ടേയിനെയും കാണിക്കുമ്പോൾ അവരിപ്പോൾ ആ ഒരു റൂം അന്വേഷിക്കുമ്പോഴത്തേക്കും ദേശാങ് മോട്ടേഴ്സിൽ അവർ മോഷ്ടിച്ച ആ ഒരു വണ്ടിയും അതിൻ്റെ കാര്യങ്ങളും എല്ലാ ഡീറ്റെയിൽസ് അടങ്ങിയ ഒരു വലിയ ബുക്ക് തന്നെ അവർക്ക് കിട്ടുന്നുണ്ട്. അതെടുക്കുന്ന ടൈമിലാണ് കറക്റ്റ് ഗോഡൗണിലേക്ക് ഈ യൂണിയനിലെ പയ്യന്മാരെല്ലാവരും വരുന്ന കാണുന്നത്. എസ്കേപ്പ് ആകാൻ വേറെ വഴിയില്ലാന്നാകുമ്പോഴത്തേക്കും ഗോത്താക്ക് ഇവന്മാരോട് നല്ല ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഗോത്താക്കിനും പിടിച്ചിരിക്കാൻ പറ്റുന്നില്ലാത്ത സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും ടേ അവന് പറ്റുന്ന പോലെയൊക്കെ ഒരുത്തനെ പിടിച്ച് ഉന്തുകയും മാറ്റുകയൊക്കെ ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് രണ്ടുപേരും എങ്ങനെയൊക്കെയോ ഇവരെ കണ്ണു കെട്ടിച്ച് ആ ഗോഡൗണിൻ്റെ പുറത്തേക്ക് ഓടുന്നുണ്ട്. എന്നാൽ നടക്കുന്നില്ല, ഇവന്മാരെല്ലാവരും തന്നെ അവരുടെ പുറകെ പോകുന്നുണ്ട്. അടുത്ത സിയൂണിനെ കാണിക്കുമ്പോൾ സിയൂൺ ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഇവരുടെ അടുത്തേക്ക് ഓടി വന്നുകൊണ്ടിരിക്കുമായിരുന്നു. ആ സമയമാണ് അവൻ്റെ ഒരു കോൾ വരുന്നത്. കോൾ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്കും സുഹോ ഉള്ള ഹോസ്പിറ്റലിൽ നിന്നായിരുന്നു ആ ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നത്. വിളിച്ച ആൾ പറയുന്നുണ്ട് സുഹോയുടെ കണ്ടീഷൻ ഇപ്പോൾ ഭയങ്കര ക്രിട്ടിക്കലാണ്, ഞങ്ങളാണെങ്കിൽ സുഹോയുടെ മുത്തശ്ശിനെ വിളിക്കാൻ ശ്രമിച്ചു, എന്നാൽ അവർ കോൾ എടുക്കുന്നില്ല. പിന്നീട് കിട്ടിയ നമ്പർ നിങ്ങളുടെ ആയിരുന്നു, നിങ്ങൾക്കൊന്ന് ഹോസ്പിറ്റലിൽ വരാൻ പറ്റുമോ, അല്ലെങ്കിൽ സുഹോയുടെ ഫാമിലീനെ ഒന്ന് വിളിച്ചറിയിക്കാമോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്.
സുഹോയുടെ കണ്ടീഷൻ ക്രിട്ടിക്കലാണെന്ന് അറിയുമ്പോഴത്തേക്കും സിയൂൺ ഒരുമാതിരി ആവുന്നുണ്ട്. അവൻ അവിടെ തന്നെ സ്റ്റക്കായി നിന്ന് പോകുന്നുണ്ട്. അവൻ നിന്നതും റോഡിൻ്റെ നടുക്കായിട്ടായിരുന്നു. സിയൂണിൻ്റെ നേർക്ക് ആ സമയം തന്നെ കറക്റ്റ് ഒരു ട്രക്കും വരുന്നുണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു വാർത്ത ആയിട്ട് എൻ്റെ ഷോക്കിൽ അവനാണെങ്കിൽ അനങ്ങാതെ തന്നെ നിൽക്കുന്നുണ്ട്, ഈ ഒരു ട്രക്ക് വരുന്ന കണ്ടിട്ട് പോലും. അങ്ങനെ അതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡിലൂടെ എൻ്റെ ആവുന്നുണ്ട്. ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ